السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله. أما بعد. بسم الله الرحمن الرحيم. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. صدق الله العلي العظيم. 3000 ഹർഫുകളാൽ 300 വാക്കുകൾ ചേർത്ത് വച്ച് 30 വചനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ച അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ചില സൂറത്തുകൾക്ക് മറ്റു സൂറത്തുകളേക്കാൾ പവിത്രതയും മഹത്വവും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം മഹത്വം കൽപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിന്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളും അത്ഭുത പ്രതിഭാസങ്ങളെയും ഈ സൂറത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അധികാരത്തെ, പൂർണ്ണാധികാരം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സൂറത്തിൻ്റെ ഓരോ ആശയങ്ങളും നമ്മെ ചെന്നെത്തിക്കുന്നത്. മുൽക്ക് എന്ന അധികാര നാമധേയത്തിൽ തുടക്കം കുറിച്ച് ജീവിതവും മരണവും പടച്ചിരിക്കുന്നത് മാനവലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷണമാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വഹുവൽ അസീസുൽ ഗഫൂർ, ഇതിനെയെല്ലാം ധിക്കാര മനോഭാവത്തോടുകൂടി വീക്ഷിച്ചുകൊണ്ട് ഇതിനെ സമീപിക്കുന്നവരെക്കാൾ അജയ്യനാണ്, അവരെയെല്ലാം പരാജയപ്പെടുത്താനും അവരെ കീമേൽ മറിക്കാനും കഴിവുള്ളവനാണ് എന്നർത്ഥം വരുന്ന വഹുവൽ അസീസ്. അസീസ് അവൻ ഏറ്റവും വലിയ പ്രതാപിയാണ് എന്നർത്ഥം കുറിക്കുന്ന വാക്കും പറഞ്ഞ് അതേ മാനുഷിക ചാബല്യങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നവർക്ക് വലിയ മഗ്ഫിറത്ത് നൽകുന്നവനാണ് അവൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് അല്ലാഹു വിശേഷിപ്പിക്കുന്നത് അല്ലദീ ഖലഖ 7 സമാവാതിൻ തിബാഖ, വാനലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകളായി സംവിധാനിച്ച പ്രതിഭാസത്തെയാണ് പരാമർശിക്കുന്നത്. വാനലോകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലുള്ള അത്ഭുത പ്രതിഭാസങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ അതിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങളുടെ പിന്നാലെ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ഖുദ്റത്തിനെയാണോ. വാനലോകവും ഭൂമിക്കിടയിലുമുള്ള അകലത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ പരിചയപ്പെടുത്തുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരവൃന്ദത്തോട് ചോദിക്കുന്നു, ഹൽ തദറൂന ബൈനക്കും വബൈനഹാ, എത്ര അകലമാണ് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലുള്ളതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു വറസൂലുഹു അഅലം എന്ന ഉത്തരത്തിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ബൈനക്കും വബൈനഹാ 500 ആം, 500 വർഷം വഴി ദൂരമുള്ള അകലം അത്രയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലുണ്ട്. അതിന് മീതയിലുള്ള ഓരോ ആകാശങ്ങൾക്കിടയിലും ഇത്ര തന്നെ ദൂരമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ചാണ്. തുടർന്ന് അല്ലാഹു വിശേഷിപ്പിക്കുന്നത് മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ
വല്ല ന്യൂനതയോ വല്ല വിള്ളലുകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്ന ഉറച്ച സ്വരത്തിലുള്ള ആശയങ്ങൾ നമ്മോട് വിളിച്ചോതുമ്പോൾ മറ്റു ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കേണ്ടതുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. വൈലസ്സമായി കൈഫ റുഫിഅത്, ആകാശങ്ങൾ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. തൂണുകളില്ലാതെ, ബിഗൈരി ഇമാദിൻ, തൂണുകളില്ലാതെ, സ്തൂപങ്ങളില്ലാതെ ആകാശലോകങ്ങളെ സംവിധാനിച്ച അള്ളാഹുവിന്റെ പ്രതിഭാസത്തെയും അവിടെ വരച്ചു കാട്ടുകയാണ്. ഇവിടെയാണ് അള്ളാഹുവിന്റെ കുദരത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗോളാകൃതിയിലുള്ള ഉരുണ്ട് കിടക്കുന്ന ഈ ഭൂമി നമ്മുടെ ദൃഷ്ടിപഥത്തിലേക്ക് അത് പരവതാനി പോലെ വിരിച്ചിട്ടിരിക്കുന്ന രൂപത്തിൽ എന്ന അർത്ഥതലം വരുന്ന ആയത്തുകളിലേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ അള്ളാഹുവിന്റെ കുദരത്തിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവലം യറൗ ഇല ത്വയ്ർ, പറവകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? പറവകളെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലേ? എന്താണ് അവയുടെ അന്തരീക്ഷവും അവയുടെ ചുറ്റുപാടും അവയുടെ സാഹചര്യവും എങ്ങനെയാണ്? അവയുടെ ഉപജീവന മാർഗം പറവകൾ എങ്ങനെയാണ് സാധ്യമാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൈബീരിയൻ കൊക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സൈബീരിയൻ ഗ്രാമത്തിൽ നിന്നും 5800 കിലോമീറ്റർ താണ്ടിക്കൊണ്ട് ഇവിടെ കടലുണ്ടിപ്പുഴയോരത്തേക്ക് കടൽ മാർഗം സഞ്ചരിച്ചുകൊണ്ട് വർഷാവർഷം വരുന്ന സൈബീരിയൻ കൊക്കുകൾ എങ്ങനെയാണ് അവയുടെ ഉപജീവന മാർഗം സാധ്യമാക്കുന്നത്? അതെ, ഒരു ഗൂഗിൾ മാപ്പ് സംവിധാനമോ മുന്നിൽ നിന്ന് മാർഗരേഖ കാണിച്ചു കൊടുക്കുന്ന ഒരാളോ ഇല്ലാതെ യഥാർത്ഥമായ രേഖയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ പറവകള് ഉപജീവന മാർഗം സാധ്യമാക്കുന്നുണ്ടെങ്കിൽ പറവകൾക്കും ഇത്തരത്തിലുള്ള ബോധ്യം നൽകിയവൻ അവനാണ്. അവന്റെ കുതിരത്ത് അത്രമാത്രം വിശാലമാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മെ ചെന്നെത്തിക്കുന്നത്. തുടർന്ന് ശുദ്ധ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ റജിൽ ബസറ ഖറതൈനി യൻഖലിബു ഇലൈകൽ ബസറു ഖാസിയം വഹുവ ഹസീറ, നിങ്ങൾ ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകളിലേക്ക് ആവർത്തി കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടിപഥങ്ങൾ പരാജിതരായിക്കൊണ്ട് മടങ്ങി വരുന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി അതേ, ഭൂമിയെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലും മാറി മാറി വരുന്ന രാപ്പകലുകളിലും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് നമ്മോട് ഇവിടെ വിളിച്ചോതുന്നത്. അതെ, നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തി ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൂടുതൽ പഠിക്കാൻ വേണ്ടി, അവൻ്റെ ആയത്തുകളിലെ ഒളിഞ്ഞു കിടക്കുന്ന അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിപഥങ്ങളെ മടക്കിക്കൊണ്ടു പോകുമ്പോൾ ചിന്തിക്കുന്നവർക്ക്, ദൃഷ്ടിപഥങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഓരോ ആയത്തുകളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ ചെന്നെത്തിക്കുന്നത്. ഈ പ്രപഞ്ചങ്ങൾക്ക് പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, അവൻ എല്ലാത്തിനും അജയ്യനാണ്, അവൻ്റെ ശക്തി അത്ഭുതമാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.